ഒരു ചെറിയ താപനില മാറ്റം ലോകരാജ്യങ്ങളുടെ കാലാവസ്ഥാ ഭൂപടത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്നു. പ്രകൃതി അതിന്റെ താളം തെറ്റിക്കുമ്പോൾ അത് മനുഷ്യജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ മലയാളികൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ അസഹനീയമായ ചൂട്. വീടിനുള്ളിൽ ഇരുന്നാൽ പോലും ചുട്ടുപൊള്ളുന്ന ചൂടാണ്. പല സ്ഥലങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിലും മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞു. സാധാരണ ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് ലഭിക്കാറുള്ള വേനൽ മഴ പോലും പല സ്ഥലങ്ങളിലും കുറവാണ്. ചില സ്ഥലങ്ങളിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഇത്ര അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്നത്? ഇതിന് പിന്നിൽ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. ശാസ്ത്രലോകം അതിനെ വിളിക്കുന്നത് എൽ നിനോ എന്നാണ്. പലർക്കും ഇതൊരു പുതിയ വാക്കായിരിക്കും. എന്നാൽ നമ്മുടെ കാർഷിക മേഖലയെയും നമ്മുടെ കുടിവെള്ള ലഭ്യതയെയും എന്തിന് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ലിനെ പോലും സ്വാധീനിക്കുവാനുള്ള കഴിവ് ഈ പ്രതിഭാസത്തിനുണ്ട്. 10,000 കിലോമീറ്റർ അകലെയുള്ള പസഫിക് സമുദ്രത്തിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ചെറിയ കാര്യമല്ല. പ്രകൃതി അതിന്റെ താളം തെറ്റിക്കുമ്പോൾ അത് മനുഷ്യജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് പസഫിക് സമുദ്രത്തിലെ വായുസഞ്ചാരമാണ്. വോക്കർ സർക്കുലേഷൻ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. പസഫിക് സമുദ്രത്തിന് മുകളിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് സ്ഥിരമായി വീശുന്ന കാറ്റുകളുണ്ട്. അതായത് നമ്മുടെ തെക്കേ അമേരിക്കൻ തീരത്ത് നിന്ന് ഏഷ്യൻ തീരത്തേക്ക് സ്ഥിരമായി വീശുന്ന കാറ്റുകൾ ട്രേഡ് വിൻഡ്സ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഈ കാറ്റുകൾ സമുദ്രോപരിതലത്തിലുള്ള ചൂടുപിടിച്ച വെള്ളത്തെ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് തള്ളി നീക്കുന്നു. ഇങ്ങനെ ഇന്തോനേഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും ഭാഗത്തേക്ക് എത്തുന്ന ഈ ചൂടുവെള്ളം അവിടുത്തെ വായുവിനെ ചൂടുപിടിപ്പിക്കുകയും വലിയ മേഘങ്ങൾ ഉണ്ടായി നമുക്ക് നല്ല മഴ ലഭിക്കുവാനും കാരണമാകുന്നു. ഇതാണ് പസഫിക് സമുദ്രത്തിലെ നോർമൽ കണ്ടീഷൻ. എന്നാൽ ചില വർഷങ്ങളിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ ദുർബലമാവുകയും പിന്നീട് പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്യും. കാറ്റ് നിലയ്ക്കുന്നതോടുകൂടി പടിഞ്ഞാറ് ഭാഗത്ത് കെട്ടിനിന്നിരുന്ന ചൂടുവെള്ളം മുഴുവൻ ഒരു വലിയ തരംഗം പോലെ കിഴക്കോട്ടേക്ക് തിരിച്ചൊഴുകുകയും ചെയ്യും. ഈ പ്രതിഭാസമാണ് എൽ നിനോ എന്നറിയപ്പെടുന്നത്. ഈ മാറ്റം കാരണം മഴ ലഭിക്കേണ്ടിയിരുന്ന നമ്മുടെ പ്രദേശങ്ങളിൽ വരൾച്ചയും പൊതുവെ വരണ്ട പ്രദേശമായ അമേരിക്കൻ തീരങ്ങളിൽ കഠിനമായ പ്രളയവും ഉണ്ടാകുന്നതിന് കാരണമാവും. ഒരു ചെറിയ താപനില മാറ്റം ലോകരാജ്യങ്ങളുടെ കാലാവസ്ഥാ ഭൂപടത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്നു. പസഫിക് സമുദ്രം ചൂടാവുമ്പോൾ അത് അന്തരീക്ഷത്തിലൂടെ ഒരു ഡോമിനോ എഫക്റ്റ് പോലെ ലോകം മുഴുവൻ പടരുന്നു. പസഫിക് സമുദ്രത്തിൽ ഉണ്ടാവുന്ന മാറ്റം 10,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കേരളത്തിലെത്തുന്നത് ടെലി കണക്ഷൻ എന്ന പ്രതിഭാസത്തിലൂടെയാണ്. അതായത് ഭൂമിയുടെ അന്തരീക്ഷം ഒരൊറ്റ ശൃംഖലയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പസഫിക് സമുദ്രം ചൂടാവുമ്പോൾ അത് ആഗോള അന്തരീക്ഷത്തിലെ വായുവിൻ്റെ മർദ്ദത്തിലും കാറ്റിൻ്റെ ദിശയിലും എല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലാണ് ഇത് ആഘാതം സൃഷ്ടിക്കുന്നത്. ഒന്നാമതായി ഇത് നമ്മുടെ മൺസൂണിനെ ദുർബലമാക്കുന്നു. എൽ നിനോ ശക്തമായ വർഷങ്ങളിൽ ഇന്ത്യയിൽ മഴയുടെ അളവ് ഗണ്യമായി കുറയാറുണ്ട്. അന്തരീക്ഷത്തിൽ മേഘങ്ങൾ കുറയുന്നതോടുകൂടി സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയും അത് താപനില വർദ്ധിക്കുന്നതിനും കാരണമാവും. രണ്ടാമത്തെ കാര്യം നമ്മുടെ തൊട്ടടുത്തുള്ള അറബിക്കടലിൻ്റെ മാറ്റമാണ്. പസഫിക്കിലെ ചൂട് അന്തരീക്ഷത്തിലൂടെ പടർന്ന് അറബിക്കടലിലെ ഉപരിതല താപനിലയെ ഉയർത്തുന്നു. കടൽ ചൂടാവുമ്പോൾ കരയിലേക്ക് വീശുന്ന കാറ്റിലും ആ ചൂട് പ്രതിഫലിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഏറ്റവും ഗൗരവമേറിയ ഒരു സംഗതിയാണ്. നമുക്കറിയാം കേരളം ഒരു തീരദേശ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വായുവിൽ ജലാംശം കൂടുതലായിരിക്കും. എന്നാൽ എൽ നിനോ ഉള്ള വർഷങ്ങളിൽ അന്തരീക്ഷത്തിൻ്റെ വായുസഞ്ചാരം മന്ദഗതിയിലാവുകയും ഇതിൻ്റെ ഫലമായി ഭൂമിയിലുള്ള ചൂട് പുറത്തേക്ക് പോകാൻ കഴിയാതെ ഒരു ഹീറ്റ് ട്രാപ്പായിട്ട് മാറുകയും ചെയ്യും. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ അസഹനീയമായ ചൂടിൻ്റെയും വിയർപ്പിൻ്റെയും കാരണം ഈ ഹീറ്റ് ട്രാപ്പാണ്. മാത്രമല്ല എൽ നിനോ ഉള്ള സമയങ്ങളിൽ ഹീറ്റ് വേവ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ താപനില റെക്കോർഡ് വേഗത്തിൽ ഉയരുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. എൽ നിനോ കേവലം കാലാവസ്ഥ പ്രതിസന്ധി മാത്രമല്ല സൃഷ്ടിക്കുന്നത്, മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി കൂടിയാണ്. കാരണം നമ്മുടെ കാർഷിക മേഖലയെ ഇത് ഗുരുതരമായിട്ട് ബാധിക്കും. നമ്മുടെ നാണ്യവിളകളായ ഏലം, കുരുമുളക് എന്നിവയ്ക്ക് കൃത്യമായ മഴയും തണുപ്പും അത്യാവശ്യമാണ്. കഠിനമായ ചൂട് കാരണം വിളവ് കുറയുന്നത് കർഷകരുടെ ആത്മവിശ്വാസം തകരുന്നതിന് കാരണമാകും. മാത്രമല്ല മഴ ലഭ്യത കുറഞ്ഞാൽ നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പ് താഴുകയും നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനത്തെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ട ഒരു അവസ്ഥ വരെ വന്നേക്കാം. ഫലത്തിൽ നമ്മുടെ വൈദ്യുതി നിരക്ക് വർധനവിന് പോലും എൽ നിനോ കാരണമാവും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൽ നിനോ എന്ന് പറയുന്ന ഒരു പ്രകൃതിദത്തമായ പ്രതിഭാസമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമുക്ക് ഇത്രയധികം ചൂട് അനുഭവപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മനുഷ്യൻ പ്രകൃതിയിൽ വരുത്തിയ മാറ്റങ്ങൾ കൂടിക്കൊണ്ടാണ്. വനനശീകരണം, കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അമിതമായ വർധനവ്, ഇവയെല്ലാം ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് എൽ നിനോയെ തടയാൻ കഴിയില്ല, പക്ഷെ അതിൻ്റെ തീവ്രത കുറയ്ക്കാനായിട്ട് സാധിക്കും. പരമാവധി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, വനനശീകരണം തടയുക, പ്രകൃതി സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നിവ വഴി നമുക്ക് അതിൻ്റെ തീവ്രത കുറയ്ക്കുവാനായിട്ട് സാധിക്കും.
കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ എല്ലാം ജീവിതത്തെ ബാധിച്ചു എന്ന തിരിച്ചറിവാണ് നമുക്കിനി വേണ്ടത്. ഈ വീഡിയോയിലൂടെ കേരളത്തിൽ ഇന്നത്തെ കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിലെ ചൂടിൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജയ് ഘോഷ് സൈനിങ് ഔട്ട്.